കൃഷ്ണേ, അത് നോക്ക്, ഇവിടെ ശൃംഗാരം നടക്ക. ഹായ് ശ്രീലക്ഷ്മി. ഹായ്. അതാരോടോ നമ്മുടെ സ്വർഗത്തിലെ കട്ടുറുമ്പാകാൻ വന്നത്? പേടിക്കണ്ട സർ, ഇത് നമുക്ക് വേണ്ടപ്പെട്ടവര് തന്നെയാ. ഒന്ന് ദീപു, മറ്റേ ആള് കൃഷ്ണ. ഹായ് സാർ, നമസ്കാരമുണ്ട്. ആ ദീപു, നമസ്കാരം. സുഖല്ലേ? കാണാനേ ഉണ്ടായിരുന്നല്ലോ. സാർ, ഞാൻ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമുക്ക് നിശ്ചയം കല്യാണമൊക്കെ അടിച്ചു പൊളിക്കണം. ശരി, ആയിക്കോട്ടെ. എന്താണെന്ന് വെച്ചാ ദീപു പ്ലാൻ ചെയ്തോ. കട്ടൊക്കെ കൂടെയാണ് ഞാൻ. ഉറപ്പാണല്ലോ സാർ? ഉറപ്പ്. താങ്ക് യു സാർ, ഞാൻ ഏറ്റ കാര്യങ്ങള്. ഓക്കെ ശ്രീലക്ഷ്മി, അപ്പൊ നിങ്ങൾ സംസാരിക്കുക. എനിക്ക് അല്പം തിരക്കുണ്ട്, പിന്നെ വിളിക്കാം. ഓക്കെ ശരി സർ. ബൈ. എന്താടി ഞങ്ങള് വന്നത് ശല്യായോ നിനക്ക്? തീർച്ചയായിട്ടും ഭയങ്കര ശല്യായി. ഞങ്ങളുടെ പഞ്ചാര പ്രേമം മുറുകി വരികയായിരുന്നു. നീയൊക്കെ കൂടി നശിപ്പിച്ചു. അയ്യോ പോട്ടടി ചക്കരെ, ഇനി കുറച്ചു ദിവസം കൂടി ഞങ്ങള് സഹിച്ചാ മതിയല്ലോ. പിന്നെ നിന്നെ ഇവിടുന്ന് രവിവർമ്മൻ സാറ് ഉടലോടെ പൊക്കിക്കൊണ്ട് പോവുകയല്ലേ. അതാലോചിക്കുമ്പോഴാ കൃഷ്ണ ഒരു വിഷമം. അപ്പോ ഇവിടെയുള്ളവരെ മറക്കില്ല പോകില്ല എന്നൊക്കെ മുമ്പ് ഡയലോഗ് അടിച്ചല്ലോ. അതൊക്കെ വെറും ഡയലോഗ് അല്ലേ കൃഷ്ണേ? വല്ല നടക്കുന്ന കേസാണോ? എങ്കിൽ നമുക്കൊരു കണ്ടീഷൻ വെച്ചാലോ? കല്യാണം കഴിഞ്ഞ രവിവർമ്മൻ സാറ് ശ്രീയുടെ വീട്ടിൽ വന്ന് താമസിക്കണം. എന്ത് പറയുന്നു? ബെസ്റ്റ് ഐഡിയ. രവിവർമ്മ സാറേ ഇപ്പൊ ഇവിടെ താമസിക്കാൻ പോവല്ലേ? പിന്നെ ഇപ്പൊ എന്ത് ചെയ്യും നമ്മള്? ശ്രീ ഇല്ലെങ്കിൽ ഈ കോളനിയിൽ ഒരു രസമില്ലടാ. രസമില്ലെങ്കിൽ നമുക്ക് സാമ്പാർ വെക്കാം കൃഷ്ണ. പാചകത്തിന് വരുന്ന അപ്പൂപ്പനെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിക്കുകയും ചെയ്യാം. ഇപ്പോഴത്തെ കൊച്ചു പെമ്പിള്ളാരെ വയസ്സന്മാരെ കല്യാണം കഴിക്കുന്നത് ട്രെൻഡാ. ഇതെന്താണെന്ന് അറിയാമോ നിനക്ക്? ഇതാണ് രവിവർമ്മനുള്ള GDയുടെ വജ്രായുധം. കൊലയാളിയായ യൂത്ത് ഐക്കൺ രവിചന്ദ്രവർമ്മൻ. ഈ ഒരൊറ്റ ആയുധം മതി അവന്റെ വിവാഹം മുടങ്ങാൻ. സ്വന്തം ഭാര്യയെ അരുങ്കൊല ചെയ്തവൻ ആരെങ്കിലും ഇനി പെണ്ണു കൊടുക്കൂ? അവന്റെ ഒരു മഹാമനസ്കത, ദാനശീലൻ, എന്തൊക്കെ കിരീടങ്ങളാണാവോ അവനെ കിട്ടിയിരിക്കുന്നത്. അവൻ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ. അതാ ഇവിടെ ആരും മനസ്സിലാക്കാത്തത്. ഇന്നലെ വരെ ഈ സത്യം അറിയാവുന്നത് ഭൂമിയിൽ ഒരേ ഒരാളായിരുന്നു. അത് ഈ ഞാനാ. ഇനി ഞാനത് ഈ ലോകത്തിന് തന്നെ അറിയിക്കാൻ പോവുകയാണ്. ഇനി അവൻ ജനങ്ങളുടെ മുന്നിൽ തലകുനിച്ച് നടക്കുന്നത് എനിക്കൊന്ന് കാണണം. ഞങ്ങൾ തമ്മിലുള്ള കളിയിൽ ഇതുവരെ അവനാ ജയിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ എപ്പോഴും ഒരാൾ തന്നെ ജയിച്ചാൽ ഈ ഗെയിമിനൊരു ത്രില്ലല്ലോ. എന്തു ചെയ്യാനാ സാർ ഉദ്ദേശം? ഉദ്ദേശം വലുതാ, ചെയ്യൽ ചെറുതും. അവൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ കയ്യിൽ ഈ വാർത്ത കിട്ടിയാൽ പിന്നെ ഏത് പെണ്ണാണ് അവന്റെ മുന്നിൽ താലി കെട്ടാൻ കഴുത്ത് കാണിച്ചു കൊടുക്കുന്നത്? ആ താലിച്ചരട് കൊലക്കയറാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾക്കുണ്ടെന്നുള്ളത് തീർച്ചയാ. ഞാനിതുടൻ ആ പെൺകുട്ടിയുടെ കൈകളിൽ എത്തിക്കും. നീ ഒരു കാര്യം ചെയ്യ്, ഒരു പേപ്പറും പേനയും എടുക്ക്. എന്നിട്ട് ഞാൻ പറയുന്നത് എഴുതണം. പെട്ടെന്നാവട്ടെ.
അങ്കിളെ ആന്റി ദേ രവി സാറൊക്കെ വന്നു. നമസ്കാരം അമ്മേ. നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. യാത്രയൊക്കെ സുഖമായിരുന്നല്ലോ അല്ലേ? ആഹാ, ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഞങ്ങൾ ഇവിടെ വരുന്നത്. അതെ അതെ, എങ്കിൽ പിന്നെ ഞാനും ചോദിച്ചോളയാ, എന്തുണ്ട് ശ്രീലക്ഷ്മിയുടെ അച്ഛാ വീട്ടിലെ വിശേഷങ്ങള്? ഇവിടെ വലിയൊരു കല്യാണം നടക്കാൻ പോവല്ലേ? ഇന്നതിന്റെ മോതിരം മാറല് നിശ്ചയമല്ലേ? ആണോ? ആരുടേതാ? അറിഞ്ഞില്ലല്ലോ. ആരുടേതാണെന്ന് വാവുണ്ട് പറയില്ല. ആളിനെ വേണമെങ്കിൽ ചൂണ്ടിക്കാണിച്ചു തരാം. ദേ, 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 ദേ. ശ്രീലക്ഷ്മി ഭാഗ്യമുള്ളവളാ. അവസാനം ലോട്ടറി തന്നെ അടിച്ചു കണ്ടില്ലേ? അതും വെറും ലോട്ടറി അല്ല, ബമ്പർ ലോട്ടറിയാ. അതെ അതെ, അതിലൊക്കെ ഒരു യോഗം വേണം. പപ്പി വാ, നമുക്കും അങ്ങോട്ട് ചെല്ലാം. അവർ ക്ഷണിച്ചതല്ലേ? ക്ഷണിച്ചതൊക്കെ ശരി തന്നെ, പക്ഷെ ചേട്ടൻ വരണ്ട. ഇവിടെ നിന്നാ മതി. ഞാനൊന്ന് പോയി തല കാണിച്ചിട്ട് വരാം. അതെന്താണ് ഞാൻ വന്നാല്? ദേവി, ഇത് ഇനിയെങ്കിലും അവരെ ഉപദ്രവിക്കരുത് ചേട്ടാ, പ്ലീസ്. അയ്യോ പപ്പി, ഞാൻ ഒരു കുഴപ്പം കാണിക്കില്ല. അന്ന് സച്ചിയുടെ കല്യാണം മുടക്കിയ തന്നെ ഈ കല്യാണം നടക്കാനല്ലേ? ഇനി നിനക്ക് എന്നെ വിശ്വസിക്കാം, ഞാൻ ഒരു കുഴപ്പവും കാണിക്കില്ല. പഞ്ചപാവായിട്ട് നിക്കേയുള്ളൂ. ഒരു പഞ്ചപാവം ആരും കേക്കണ്ട. വരൂ, അകത്തേക്കിരിക്കാം. അതെ അതെ, അകത്തിരുന്ന് സംസാരിക്കാം. വരൂ അമ്മേ. വരൂ. ഒരു മിനിറ്റ്. അല്ല, ഇവിടെ നമ്മളെ വെൽക്കം ചെയ്യേണ്ട പ്രധാനപ്പെട്ട ആളെ ഇതുവരെ കണ്ടില്ലല്ലോ. മോളെ ശ്രീ, നീ ഇങ്ങോട്ടൊന്ന് വന്നേ. വാ. നമസ്കാരം അമ്മേ. നമസ്കാരം. ബ്രദറിനിലോ കാത്തു നിന്ന ആളെത്തി. ഇനി അകത്തോട്ട് കേറാം നമുക്ക്. വരൂ അമ്മേ. വരൂ. അവിടെ നിൽക്കേ. എന്താ മാഡം, അകത്തേന്ന് എത്തി നോക്കുന്നുണ്ടല്ലോ. എന്തേലും പറയണ്ട. എങ്കിൽ പറഞ്ഞോളൂ, നാണിക്കണ്ട. ഇവിടെ ഒന്നും ആരുമില്ല. ഐ ലവ് യു എന്നാണോ പറയാനുള്ളത്? എനിക്ക് പറഞ്ഞോ, എനിക്ക് ദേഷ്യം വരുത്തൊന്നുമില്ല. ഐ ലവ് യു. ഇവിടെ ഇങ്ങനെ കൊഞ്ചിക്കൊഴഞ്ഞിട്ടേ നന്നായിരിക്കുന്നു കാണാൻ. ഈ അവസാന നിമിഷത്തിൽ അതൊന്നും ശരിയാവില്ല മോളെ. രാജാറാം, തിരുമേനിയെ പെട്ടെന്ന് വരുത്താനുള്ള ഏർപ്പാട് ചെയ്യണം. ശരിയമ്മേ, ഞാൻ ഒന്നുകൂടെ ശ്രമിച്ചു നോക്കാം.
എങ്ങോട്ടേക്കാ? ഒരു ഉപകാരം ചെയ്യൂ, എന്നെ നീരേറ്റ് കോളനിയുടെ അടുത്തൊന്ന് വിടൂ. അതെ, അത്യാവശ്യമായിട്ട് അവിടം വരെ ഒന്ന് പോകണം. ഒരു ലിഫ്റ്റ് തരൂ. നീരേറ്റ് കോളനിയിൽ നിന്നാണോ നിങ്ങൾ പറഞ്ഞത്? അതെ സാറേ. അവിടെ ആരുടെ വീട്ടില്? അവിടെ ഒരു സെയിൽസ്മാൻ ഉണ്ട്, സുദർശനൻ. ഇന്ന് അയാളുടെ മകളുടെ വിവാഹ നിശ്ചയമാ. കേറിക്കോളൂ. വളരെ ഉപകാരം. ഈ സുദർശന്റെ മോളെന്ന് പറയുമ്പോ അതാ ശ്രീലക്ഷ്മി അല്ലേ? ആ പേരതി എന്നെ. ആളിനെ ഞാൻ കണ്ടിട്ടില്ല. ചെറുക്കന്റെ അമ്മയുടെ ഏർപ്പാടിൽ ജാതകം നോക്കിയിട്ട് വരുന്ന വഴിയാ. വർമ്മൻ ഗ്രൂപ്പിലെ ഗായത്രി ദേവി അമ്മ പറഞ്ഞിട്ട്. ഓ, വർമ്മൻ ഗ്രൂപ്പിലെ ഗായത്രി ദേവി അമ്മ പറഞ്ഞിട്ടോ? ആ, അവിടെ ഇന്ന് രവിചന്ദ്ര വർമ്മൻ സാറിന്റെ വിവാഹ നിശ്ചയമാ. സാറാണ് വരൻ. ഈ ശ്രീലക്ഷ്മിയാണ് കല്യാണ പെണ്ണ്. ഓ, അത് ശരി. ഈ രവിവർമ്മൻ എനിക്ക് വളരെ വേണ്ടപ്പെട്ടയാളാ. വളരെ വളരെ വേണ്ടപ്പെട്ടയാള്. ഓ, ഞാൻ ദുബായിൽ നിന്ന് ഇപ്പൊ വന്നിറങ്ങിയതേ ഉള്ളൂ. അതാ നിശ്ചയത്തിന് ക്ഷണിക്കാൻ വിട്ടുപോയത്. സാറേ, വണ്ടി കുറച്ച് സ്പീഡിൽ വിടാൻ പറയൂ. എനിക്ക് നിശ്ചയം നടക്കുന്നതിന് മുമ്പ് അവിടെ എത്തണം. ഈ നിശ്ചയം നടക്കാൻ പാടില്ല, അതുകൊണ്ടാ. അതെന്താ നടക്കാൻ പാടില്ലാത്തത്? എന്തു പറ്റി? ഈ നിശ്ചയം നടന്നാൽ രവിവർമ്മൻ സാറിന്റെ മരണം വരെ സംഭവിക്കും. അതാ ജോത്സ്യരുടെ കണ്ടെത്തൽ. ആ രവി, അങ്ങനെയാണെങ്കിൽ നീ എന്റെ ജോലി എളുപ്പമാക്കുന്ന ലക്ഷണമുണ്ടല്ലോ. ഈ നിശ്ചയം നീ ഭംഗിയായി നടത്തിയേ പറ്റൂ, ചാകാനായിട്ട്. അത് തടയാൻ നടക്കുന്ന ഈ മനുഷ്യനെ ഞാനങ്ങ് കൊണ്ടുപോവുക. ചെറിയൊരു കിഡ്നാപ്പിംഗ്. ജോസൂട്ടി, വണ്ടി നീയൊന്ന് സ്പീഡ് കൂട്ടിവിട്. നമ്മുടെ താവളം വഴി പോവാം. ആ ശരി. അതാ നീരേറ്റ് കോളനിയിലേക്കുള്ള ഷോർട്ട് കട്ട്. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഏയ്, തനിക്ക് ഒരു കുഴപ്പവും വരില്ല. ജയിലിലൊക്കെ ഇപ്പൊ നല്ല ഭക്ഷണമാ. എനിക്കതൊക്കെ നല്ല ശീലമാ. ശരി ബോസ്, ഞാൻ പിന്നെ വിളിക്കാം. താങ്ക്സ്. എന്റെ അമ്മോ, ഇയാളൊരുമാതിരി ഹിന്ദി സിനിമയിലെ വില്ലന്മാരെ പോലെയാണല്ലോ ചിരിക്കുന്നത്. അത് കേൾക്കുമ്പോ അറിയാം എന്തോ കുഴപ്പമുണ്ടാക്കാൻ പോവാണെന്ന്. അപ്പോ രാവിലെ തിരക്കിനിടയിൽ ആ കൊറിയർ പൊട്ടിച്ച് വായിച്ചിരിക്കാനിടയില്ല. അതാണ് നിശ്ചയം നടന്നിരിക്കുന്നത്. അതേതായാലും നന്നായി. ഈ വിവാഹം നടക്കുന്നത് നല്ലതല്ലേ? ആ തിരുമേനി പറഞ്ഞതുപോലെ ജോത്സ്യന്റെ പ്രവചനം നടക്കുകയാണെങ്കിൽ എന്റെ ജോലി എളുപ്പമായി. ദേവി മരിക്കും. കൊള്ളാം. ദൈവം പോലും അവന്റെ കൂടെ ഇല്ലെന്ന് ഉറപ്പായി. ഇനി ആ തിരുമേനിയെ വിരട്ടി വിട്ടേക്കാൻ പറ. അയാളെ ഈ നാട്ടിൽ കണ്ടാൽ കാല് വെട്ടിയെടുക്കുമെന്ന് പറഞ്ഞാൽ മതി. പേടിച്ച് നാട് വിട്ടോളും. ശരി. കെട്ടിന് മുറുക്കം പോരാ, ഒന്നുകൂടെ അമർത്തി വേദനിപ്പിച്ച് മുറുക്കിക്കെട്ട്. ഇപ്പൊ വന്ന് വന്ന് ഈ വേദനയ്ക്കൊരു സുഖമാ.
രേഖ, ഇത്രയും വലിയ ഹോൾ നമുക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞാ നിനക്കെന്താ മനസ്സിലാവാത്തത്? ഏത് കൊടികെട്ടിയവന്റെ കല്യാണം ആയാലും ആളിന്റെയും ആർഭാടത്തിന്റെയും അളവ് കുറയ്ക്കാനാണ് ഗവൺമെന്റ് തീരുമാനം. സോറി, ഈ മാരേജുമായിട്ട് ബന്ധപ്പെട്ട് 2-3 ദിവസത്തേക്ക് കുറെ കാര്യങ്ങളുണ്ട്. എല്ലാം ഹാളിൽ നടത്തേണ്ട ഡെക്കറേഷൻസാ. അപ്പൊ ഒരു ദിവസം മുന്നേ തന്നെ ഹാള് നമുക്ക് കിട്ടുകയും വേണം. ആ ഹാളിന് വേറെയും ബുക്കിംഗ് കാണില്ലേ? അഡ്വാൻസും കൊടുത്തിട്ടുണ്ടാവും. ഒരു ദിവസം മുമ്പ് തന്നെ നമ്മൾ ചോദിച്ചാ വാട്ട് എവർ. ബ്രദർ ഇൻ ലോയെ കൊണ്ടൊരു കോള് ചെയ്യിച്ചാൽ എല്ലാം ഓക്കെ ആവും. നമ്മൾ ഒന്നുകൂടി ശ്രമിച്ചാ നമുക്ക് ബ്രദർ ഇൻ ലോയെ കൊണ്ട് വേണമെങ്കിൽ ആ ഹോളെ മേടിപ്പിക്കാം. എന്ത് പറയുന്നു ബ്രദർ ഇൻ ലോ? ഏയ് ബ്രദർ ഇൻ ലോ. എന്താ നെത്തിക്കുട്ടി? എക്സ്ക്യൂസ് മീ. രവി സർ, എനിക്ക് അർജന്റായിട്ട് സാറിനോടൊന്ന് സംസാരിക്കണം. ഏയ് എന്താ ഇത് സാന്ദ്ര? ഞാൻ ബ്രദർ ഇൻ ലോയോട് സംസാരിക്കുന്നത് കണ്ടില്ലേ? ഇടയിൽ കയറി സംസാരിക്കുന്ന എന്തിനാ? അതല്ല മാം, സാർ നാളെ രാജനന്ദിനി ഫാബ്രിക്സിന്റെ ബോർഡ് മീറ്റിൽ പങ്കെടുക്കണമെന്ന് കോള് വന്നു. അതിനെക്കുറിച്ച് സാറിനോട് സംസാരിക്കാനായിട്ടാ ഞാൻ. അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ബ്രദർ ഇൻ ലോ ഇന്നു മുതൽ ഓഫീസ് കാര്യങ്ങളിൽ ഇൻവോൾവ് ആകില്ല. കല്യാണത്തിന് ഇനി അധിക ദിവസങ്ങളില്ല. സോ നിന്റെ ജോലി ഇനി ബ്രദർ ഇൻ ലോയെ ഡിസ്റ്റർബ് ചെയ്യാതെ ഓഫീസ് കാര്യങ്ങൾ നോക്കുന്നതാണ്. അനിയത്തിക്കുട്ടി, കല്യാണമാണെന്ന് വെച്ച് ഓഫീസ് കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റില്ല. ബ്രദർ ഇൻ ലോ, കല്യാണത്തിന് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നാ വിചാരം? എന്തൊക്കെ ഷോപ്പിംഗ് ചെയ്യണം നമുക്ക്? തുണികൾ, ആഭരണങ്ങൾ, വെഡിംഗ് കാർഡ്സ് സെലക്ട് ചെയ്യണം, അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, ഗസ്റ്റിന്റെ അക്കോമഡേഷൻ, മീഡിയ കവറേജ്. ഇതൊക്കെ മെയിൻ വർക്ക്സ് മാത്രമാ. ചെറിയ ചെറിയ വേറെ 100 കാര്യങ്ങളുണ്ട് ഇനിയും. രേഖ, നിന്റെ ഈ ആവേശം കണ്ടിട്ട് ചേട്ടായുടെ കല്യാണം ഒരു ഉത്സവം പോലെ പ്ലാൻ ചെയ്യുന്ന മട്ടാണല്ലോ. വളരെ നാളുകൾക്ക് ശേഷം നമ്മുടെ വീട്ടിൽ നടക്കാൻ പോകുന്ന ശുഭകാര്യമാണ് രവിയുടെ വിവാഹം. കുറച്ചൊക്കെ ആഘോഷമില്ലാതെ പിന്നെ എങ്ങനെയാ? കറക്റ്റ് മദർ ഇൻ ലോ. ഇനി ഓഫീസ് വർക്കുകളൊന്നും വേണ്ട ബ്രദർ ഇൻ ലോ. ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് സാന്ദ്രയോട് പറഞ്ഞേക്കെ. അല്ല, ഇതിലൊരു കൊറിയർ ഉണ്ടല്ലോ, താൻ ഇതിനെ നോക്കിയില്ലേ? ഇല്ല സർ, ആരോ നിശ്ചയത്തിന് അയച്ചതാ. ഗ്രീറ്റിംഗ്സ് വല്ലതുമായിരിക്കും. ഇതുവരെ നോക്കാൻ നേരം കിട്ടിയില്ല. കൃഷ്ണയും ദീപവും പറഞ്ഞു സാർ അയച്ച ഗിഫ്റ്റ് ആയിരിക്കും. ഞാൻ എന്തിനാണോ ഗിഫ്റ്റ് തനിക്ക് കൊറിയർ അയക്കുന്നത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് തന്നാ പോരെ. അതുമല്ല, ആ കാരണം പറഞ്ഞ് എനിക്ക് തന്നെ കാണാൻ ഒന്ന് വരാനും സാധിക്കുമായിരുന്നു. ഓ അങ്ങനെ. അപ്പൊ തൽക്കാലം സാർ കൊറിയറോടെ വെച്ചേക്ക്. ഞാൻ പിന്നെ എപ്പോഴെങ്കിലും പൊളിച്ചു നോക്കിക്കോളാം. ഓക്കേ. എന്താ സാർ നോക്കുന്നത്? അല്ല, താൻ ചായ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. താൻ ചായ തന്നെയാണോ ഉണ്ടാക്കുന്നത്, അല്ല ഇനി വേറെ എന്തെങ്കിലും കുറുക്കിയെടുക്കുകയാണോ നോക്കിയായിരുന്നു? അത് കുടിച്ചു നോക്കിയിട്ട് പറഞ്ഞാ മതി, കുറുക്കിയതാണോ ചായയാണോന്ന്. നല്ലൊരു ചായ ഇട്ട് തരാന്ന് വെച്ചപ്പോ നമ്പർ നമ്മുടെ നേരെയായി അല്ലേ? അയ്യോ, സോറി സോറി സോറി, താൻ പിണങ്ങല്ലേ. ചായ കുടിച്ചിട്ട് നമുക്ക് ഒരിടം വരെ പോകാനുണ്ട്, അതുകൊണ്ടുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിച്ചതാ. നമ്മൾ പോകുന്നോ? എവിടേക്ക്? അത് താൻ പേടിക്കണ്ടോ, എന്റെ വീട്ടിലേക്ക് തന്നെയാ. തന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകാനാണ് ഞാനിപ്പോ വന്നിരിക്കുന്നത്. എന്നെ കൂട്ടിക്കൊണ്ടുപോകാനോ? എന്താ സാർ കാര്യം? എന്താ വിശേഷിച്ച്?
വിശേഷം ഒന്നും ഉണ്ടായിട്ടില്ല. വീട്ടിൽ രേഖയും രഘുവും തന്നെയും കൂട്ടിച്ചെല്ലാൻ കുറെ നാളായിട്ട് നിർബന്ധിക്കുക. വെഡിങ് കാർഡ് സെലക്ട് ചെയ്യാനും മറ്റെന്തൊക്കെയോ പർച്ചേസ് പ്രോഗ്രാം ഉണ്ടെന്നാ പറഞ്ഞത്. അയ്യോ സർ, ഇവിടെ അമ്മ പോലും ഇല്ല. ഞാനിങ്ങനെ ഒറ്റയ്ക്ക്. അതിന് താൻ അമ്മയോടൊന്ന് ഫോൺ ചെയ്താ പോരെ? മാത്രമല്ല എന്റെ വീട്ടിലേക്കല്ലേ വരുന്നത്, ഇത്ര പേടിക്കുന്നത് എന്തിനാണ്? ഹലോ മോളെ. അമ്മ കേക്കാമോ? ആ കേൾക്കാം. എന്താ മോളെ പറഞ്ഞോ, എന്തു പറ്റി? രവി സാറ് നമ്മുടെ വീട്ടിൽ വന്നു. എന്നെ സാറിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാ വന്നിരിക്കുന്നത്. അമ്മയ്ക്കും രേഖ മാഡത്തിനൊക്കെ എന്നെ കാണണമെന്ന്. പോണോ വേണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടാ ഞാനിപ്പോ ഫോൺ വിളിച്ചത്. അതിനെന്താ മോളെ, പോയിട്ട് വാ. സാറിന്റെ കൂടെ അല്ലേ? അച്ഛനോട് ഞാൻ പറഞ്ഞോളാം. ഞാൻ സംസാരിക്കാം. സരോജമ്മ, രവിയാണേ. വീട്ടിൽ വിവാഹത്തിന് വേണ്ടി രഘുവും രേഖയും എന്തൊക്കെയോ പ്ലാനുകൾ ചെയ്യുന്നുണ്ട്. അവരുടെ നിർബന്ധം ശ്രീലക്ഷ്മിയും കുട്ടി അങ്ങോട്ട് ചെല്ലാൻ. അതുകൊണ്ടാ ഞാൻ ശ്രീലക്ഷ്മിയെ വിളിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നത്. ശ്രീലക്ഷ്മിയെ കൂട്ടിക്കൊണ്ടു പോകുന്നതിൽ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ? ഇല്ല സാർ, ഒരുപാട് രാത്രിയാവാതെ നേരത്തെ തിരികെ കൊണ്ടാക്കിയാ മതി. ഉറപ്പായിട്ടും അതങ്ങനെ ചെയ്യുള്ളൂ. ശരി സാർ, ഞാൻ അച്ഛനോട് പറഞ്ഞോളാം. നിങ്ങൾ പോയിക്കോളൂ. താങ്ക് യു. എന്നാ ശരി, ഞാൻ ഫോൺ വയ്ക്കാം. ശരി സാർ. അപ്പോ അമ്മായിയുടെ പെർമിഷൻ ഓക്കെ. ഇനിയെങ്കിലും താനൊന്ന് പെട്ടെന്ന് റെഡി ആയിട്ട് വാ. പിന്നെ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പറഞ്ഞാൽ മതി. എന്ത് സഹായം? അല്ല പിന്നെ ഈ ഉദ്ദേശിച്ചത് മനസ്സിലായി. അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ സാറിന്? എന്ത് ബുദ്ധിമുട്ട്? ഇതൊക്കെ ഒരു രസമല്ലേ? എന്നാ രസം ഇപ്പോഴേ വേണ്ട, കൊള്ളപ്പെടുവോ? അതേ ഞാൻ തന്നെ. എന്റെ മകനെ ഞാൻ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുത്തു ഈശ്വര? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഗായത്രിയമ്മേ, രവിക്കുഞ്ഞിനെ ഇക്കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാ. ജാതക ചേർച്ച ഇല്ലായ്മയും ജീവഹാനിയും ഒന്നും തന്നെ കുഞ്ഞു കാര്യമാക്കില്ല. പക്ഷേ ശ്രീലക്ഷ്മിയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ഗായത്രിയമ്മയ്ക്ക് കഴിയുന്നോ എനിക്ക് തോന്നുന്നു. വിശദീകരിക്കും പോലെ വളരെ കുറച്ചേ കണ്ടിട്ടും കേട്ടിട്ടും ഉള്ളൂവെങ്കിലും അതൊരു നന്ദിയും സ്മരണയും മനസ്സലിവുമുള്ള കുട്ടിയായിട്ടാ എനിക്ക് തോന്നിയിട്ടുള്ളത്. അമ്മയുടെ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ഇനി ആ കുട്ടി വിചാരിച്ചാൽ മാത്രമേ നടക്കൂ. അതെ, അത് ശരിയാണ് ബാലമ്മ. രവിയുടെ ക്ഷേമത്തിനായി ശ്രീലക്ഷ്മി എന്തും ചെയ്യും. കാര്യങ്ങൾ പറഞ്ഞ അവൾക്ക് മനസ്സിലാവുമെന്നാ എനിക്കും തോന്നുന്നത്. വരൂ, നമുക്കിപ്പൊ തന്നെ ശ്രീലക്ഷ്മിയുടെ അടുത്തേക്ക് പോകാം. ഈ അമ്മയുടെ കണ്ണുനീര് അവൾക്ക് കാണാതിരിക്കാനാവില്ലെന്ന് എനിക്ക് ഉറപ്പാ. അമ്മേ, മഹാമായേ, എന്റെ രവിക്ക് ഒരാപത്തും വരുത്തരുത്. അവിടുത്തെ തീരുമാനം പോലെ എല്ലാം നടക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാം ഞാൻ അവിടെ സമർപ്പിക്കുകയാണ്.
ശ്രീ, ഇതാണ് നമ്മുടെ കിച്ചൺ. ഇവിടെ എന്ത് കാര്യത്തിനും നമുക്ക് സെർവൻസ് ഉണ്ടാവും. വരും, ഞാൻ എന്റെ ചെറിയ അടുക്കളത്തോട്ടം കാണിച്ചു തരാം. ഇനി വാ. ഒരു മിനിറ്റ്, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എന്തെങ്കിലും ഒരു ജ്യൂസ് ഉണ്ടാക്കി തരട്ടെ. ആദ്യമായിട്ട് ഞാൻ ഈ വീട്ടിൽ വന്നതിന്റെ ഓർമ്മയ്ക്കായി ശ്രീലക്ഷ്മിയുടെ വക ഒരു സ്പെഷ്യൽ ജ്യൂസ്. ശ്രീ, നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഉണ്ടാക്കി തരാൻ ഇവിടെ സെർവൻസ് ഉണ്ടല്ലോ. ശ്രീക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാ മതി, അതെന്താണെങ്കിലും പെട്ടെന്ന് തന്നെ യമുനയും സുഗന്യയും റെഡിയാക്കി തരും. പിന്നെ പുറത്തെ കാര്യങ്ങൾക്ക് ഗോപി എന്ന് പറയുന്ന ഒരാളുണ്ട് ഇവിടെ. അങ്ങനെയല്ല, നമുക്ക് ഇഷ്ടമുള്ളവർക്ക് വേണ്ടി നമ്മൾ തന്നെ എന്തെങ്കിലും കുക്ക് ചെയ്യുമ്പോ അതൊരു സന്തോഷല്ലേ. അതുകൊണ്ടാ ഞാൻ നേരിട്ടൊരു ജ്യൂസ് ഉണ്ടാക്കാന്ന് പറഞ്ഞത്. ശരി, ഓക്കെ. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ ഉണ്ടാക്കാൻ പോകുന്ന ജ്യൂസ് എനിക്ക് ഇഷ്ടമായ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും ജ്യൂസ് ഉണ്ടാക്കി തരാൻ പറയും. അപ്പൊ പറ്റില്ല എന്ന് പറയരുത്. എന്തേ, സമ്മതിച്ചോ? ജ്യൂസ് മാത്രല്ല മാഡം, മാഡത്തിന് ഇഷ്ടമുള്ള ആഹാരം എന്തായാലും പറഞ്ഞാ മതി, ഞാൻ ഉണ്ടാക്കി തന്നിരിക്കും. മാഡം ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്താൽ മതി, സംഗതി റെഡിയാ. എങ്കിലും ഓക്കെ. താങ്ക് യു വെരി മച്ച് ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി തുടങ്ങിക്കോളൂ. യമുന, ഫ്രൂട്ട്സ് ഒക്കെ എടുത്തു കൊടുക്കും. ശരി. പറയൂ മാഡം, മാഡത്തിന് എന്ത് ജ്യൂസാ ഇഷ്ടം? എനിത്തിങ് യുവർ വിഷ്. ഓക്കെ മാഡം. അതെ സർ, സാറിന്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾക്ക് സാക്ഷിയായ ആ മുറി ഇപ്പോ വേദനകളുടെ ഓർമ്മകൾ മാത്രമായി മാറിയിരിക്കുന്നു. ആ വേദനകൾ മറക്കാനാ ഞാൻ സാറിന്റെ ജീവിതത്തിലേക്ക് വന്നത്. എന്താ, ശരിയല്ല ഞാൻ പറഞ്ഞത്? എന്നെ സാറിന് ഒരുപാട് ഇഷ്ടമല്ലേ? ഞാനല്ലേ സർ സാറിന്റെ സന്തോഷം? ഞാനാണ് സാറിന്റെ ജീവിതത്തിലെ സന്തോഷമെങ്കിൽ ഇനിയും ആ മുറി അങ്ങനെ ഒരു വേദനയായി നിലനിർത്തിക്കുന്നതിൽ അർത്ഥമില്ല സർ. അതുകൊണ്ട് നമ്മളുടെ വിവാഹശേഷം നമ്മൾ ആ മുറിയിലാണ് ഇനി ജീവിക്കാൻ പോകുന്നത്. സാറിന് സമ്മതമല്ലേ അത്? തന്റെ ഇഷ്ടം അതാണെങ്കിൽ പറ്റില്ല എന്ന് പറയാൻ എനിക്കാകില്ല ശ്രീലക്ഷ്മി. എന്റെ കഴിഞ്ഞകാല ജീവിതം അടഞ്ഞുപൂട്ടി കിടക്കുന്നത് ആ മുറിയില്ല. വീണ്ടും ഒരു സന്തോഷപൂർണമായ ജീവിതം എനിക്കുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് തന്നെ കണ്ടപ്പോ മുതലാണ്. തന്റെ ഒപ്പമുള്ള ജീവിതം ആ മുറിയിലാകുന്നതിൽ എനിക്ക് സന്തോഷമാണ് ശ്രീലക്ഷ്മി. താൻ അങ്ങനെ ആഗ്രഹിച്ചാൽ ഞാനത് സമ്മതിക്കും. മറ്റാർക്കും തുറക്കാത്ത ആ വാതിൽ തനിക്കായിട്ട് തുറക്കും ഞാൻ. താങ്ക് യു സർ. ആ മുറിയില ഇനി നമ്മൾ നമ്മുടെ ജീവിതം തുടങ്ങുന്നത്. മുമ്പൊക്കെ സാറിന് താങ്ങാനാവാത്ത വിഷമം വരുമ്പോ ആ മുറിയിൽ കയറിയിരിക്കാറില്ലേ? ഇനി അതിന്റെ ആവശ്യം ഉണ്ടാവില്ല. ശ്രീലക്ഷ്മി ഉണ്ട് കൂട്ടായിട്ട്.
സന്തോഷത്തില് മാത്രല്ല വിഷമങ്ങളിലും കൂട്ടായിട്ട്. ശ്രീലക്ഷ്മി, ഹലോ, രവി സ്പീക്കിംഗ്. രവിയല്ല, രവിചന്ദ്രവർമ്മൻ. ഞാൻ ഗൗരിദാസ് എന്ന GD. മനസ്സിലായി. ആശുപത്രിയിലൊക്കെ പോയി മുറിവൊക്കെ സുഖപ്പെടാറായോ? എങ്ങനെയുണ്ട് കാലിപ്പോ? ഇതാണ് രവിചന്ദ്രവർമ്മൻ, മൈ കൂൾ ബഡി. സത്യം പറഞ്ഞാൽ ഓരോ സംഭവങ്ങൾ കഴിയുമ്പോഴും എനിക്ക് നിന്നോടുള്ള ഇഷ്ടം കൂടിക്കൊണ്ടിരിക്കുകയാണ് രവി. മരണത്തെ പലതവണയായി ഞാൻ മുഖാമുഖം കാണുന്നു. പല തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും നീ എന്നെ ജീവനോടെ വിട്ടു. നീ ഏൽപ്പിച്ച മുറിവുകൾ എന്നെ പലതും പഠിപ്പിക്കുകയായിരുന്നു. ഞാനിപ്പോ ഒരുപാട് മാറിക്കഴിഞ്ഞു. എന്റെ ജീവൻ ഭിക്ഷയായി നീ തന്നതല്ലേ. ഇനിയെങ്കിലും നിന്നോട് നന്ദി കാണിക്കേണ്ട സമയമായി എന്നെന്റെ മനസ്സ് പറയുന്നു. വിളിച്ചത് നീ ആയതുകൊണ്ട് ഞാൻ നീ പറഞ്ഞു കേട്ടതെല്ലാം നെഗറ്റീവായിട്ട് എടുക്കൂ. ചെന്നായി ആട്ടിൻതോലണിഞ്ഞാലും സ്വഭാവ ഗുണം ചെന്നായിടേത് തന്നെ ആയിരിക്കും. നീ എന്നെ വിശ്വസിക്കില്ല എന്ന് എനിക്ക് നേരത്തെ അറിയാം. ഏതായാലും ഇപ്പൊ ഞാൻ നിന്നെ വിളിച്ചത് നിന്നെ സഹായിക്കാനായിട്ടാണ്. നിന്റെ സഹായം സ്വീകരിക്കാനും മാത്രം പരിതാപകരമല്ല എന്റെ സ്ഥിതി. മേലാൽ എന്നെ ഫോൺ വിളിക്കരുത്, ഇപ്പോഴേ പറഞ്ഞേക്കാം. എനിക്ക് പറയാനുള്ളത് നിന്റെ വിവാഹത്തെക്കുറിച്ചാണ് രവി. സർ, ഇത് റോയൽ വെഡിംഗ് കാർഡ് ഡിസൈനിങ് ആണ്. നിങ്ങളുടെ റിച്ച്നെസ്സിന് ഈ കാർഡ് പെർഫെക്റ്റ് ആയിരിക്കും. നോക്കൂ, ഹൗസ് ഇറ്റ്? ഹായ്. രേഖ എങ്ങനെയുണ്ട്? വാവ്, വളരെ നന്നായിട്ടുണ്ട്. സൂപ്പർ അല്ലേ രഘു? ഹാവ് എ ലുക്ക് ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മിക്ക് ഇഷ്ടമെങ്കിൽ പറഞ്ഞോളൂ. നമുക്ക് ഈ കാണുന്ന തന്നെ ഫിക്സ് ചെയ്ത് ഇപ്പൊ തന്നെ ഓർഡർ കൊടുത്തേക്കാം. അല്ല കുഞ്ഞെ, നമുക്ക് ഗായത്രി അമ്മയോടും കൂടി ഒന്ന് ആലോചിച്ചിട്ട് തീരുമാനിച്ചാ പോരെ ഇതൊക്കെ? ബലമ്മ, ഗായത്രി അമ്മയും രവിചന്ദ്രവർമ്മനെയും കാണിച്ച് അവര് സമ്മതം പറഞ്ഞതിന് ശേഷം മാത്രമേ ഓർഡർ നൽകൂ. പ്ലീസ് ബി ക്വയറ്റ്. ചേട്ടായി വന്നല്ലോ. കറക്റ്റ് സമയത്ത് തന്നെ വന്നു ബ്രദറിലോ. ശ്രീലക്ഷ്മി വെഡിംഗ് കാർഡ്സ് ഒന്നും സെലക്ട് ചെയ്തിട്ടില്ല. മേ ബി ശ്രീലക്ഷ്മി കൺഫ്യൂസ്ഡ് ആണെന്ന് തോന്നുന്നു. ബ്രദറിലോ ഒന്ന് നോക്കിയേ. സർ, ഇപ്പൊ ഈ കാർഡിനൊപ്പം ഗിഫ്റ്റ് പാക്ക് അറ്റാച്ച്ഡ് ആയിട്ട് വരും. ഈ കാർഡാണ് ഇപ്പൊ ട്രെൻഡിങ്. ഇതൊരു സ്റ്റാറ്റസ് സിമ്പിൾ ആണെന്ന് തന്നെ പറയാം നമുക്ക്. അനിയത്തിക്കുട്ടി എന്താ തോന്നിയത്? ഇറ്റ്സ് കൂൾ ബ്രദറിലോ, ഇത് മതി നമുക്ക്. പിന്നെ ഒരു കാര്യം കൂടി, പെൺവീട്ടുകാർക്കും കൂടിയുള്ള കാർഡ് നമ്മൾ സെലക്ട് ചെയ്യണം. എല്ലാ കാർഡിലും മാറ്റർ സെയിം മതി. ഇറ്റ്സ് ലൈക്ക് രവിചന്ദ്രവർമ്മൻ ആൻഡ് ശ്രീലക്ഷ്മി വെഡിംഗ് ഇൻവിറ്റേഷൻ. കാർഡിൽ രണ്ട് ഫാമിലിയുടെയും പേര് വെച്ച് രണ്ട് ഫാമിലിയും ചേർന്ന് ക്ഷണിക്കുന്നത് പോലെ വേണം മാറ്റർ വരാൻ. വാവ് രേഖ, നല്ല ഐഡിയ ആണല്ലോ അത്. എന്ത് പറയുന്നു ചേട്ടായി, ഐഡിയ എങ്ങനെയുണ്ട്? നൈസ്.
നൈസ് തോട്ട് അനിതക്കുട്ടി. പെൺവീട് ചെറുക്കം വീട് എന്ന വ്യത്യാസമില്ലാതെ ഒരുമിച്ച് രണ്ട് വീട്ടുകാരും ഇൻവൈറ്റ് ചെയ്യുന്ന പോലെ രണ്ട് കുടുംബങ്ങളും ഒന്നാണെന്ന് പറയാതെ പറയുന്ന രീതി. കറക്റ്റ് ബ്രദറിൻലോ. എന്റെ തോട്ട് ബ്രദറിൻലോ കൃത്യമായിട്ട് മനസ്സിലാക്കി. ശ്രീലക്ഷ്മി ഒന്നും പറഞ്ഞില്ല. കൊള്ളാം മാഡം. കാർഡ് വായിക്കുന്നവർക്ക് രണ്ട് കുടുംബങ്ങളും തമ്മിലുള്ള ബന്ധം ഫീലാവും. ഒരു പോസിറ്റീവ് ഫീൽ ഉണ്ട് അതിന്. അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ കാണിക്കുന്ന കാർഡ് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെയായിരിക്കും. ഈ കാർഡ് ഒന്ന് നോക്കൂ. സിംപ്ലി ട്രഡീഷണൽ ആൻഡ് ട്രെൻഡി. വാവ്, സൂപ്പർ. രഘു, ബ്രദറിൻലോ, ഈ കാർഡ് എങ്ങനെയുണ്ട്? ചേട്ടായി ഓക്കെ പറയട്ടെ, അതല്ലേ പ്രധാനം. രഘു, നമുക്കിഷ്ടമാകുന്നതിലല്ല കാര്യം. വരമ്മ, അമ്മയൊന്ന് വിളിച്ച. ശരി. നമുക്കിഷ്ടമാകുന്ന കാര്യങ്ങൾ അമ്മ കൂടെ അംഗീകരിക്കുന്നതാണ് പ്രധാനം. അമ്മ പറയട്ടെ ഏത് കാർഡ് വേണമെന്ന്, അല്ലേ? അമ്മേ, ഇവിടെ എല്ലാരും കൂടെ ചേർന്ന് ഒരു വെഡിങ് കാർഡ് സെലക്ട് ചെയ്തു. അമ്മയ്ക്ക് കൂടി ഇഷ്ടമായാലേ ഈ കാർഡ് തീരുമാനിക്കുന്ന ചേട്ടായി പറയുന്നേ. അതെ അമ്മേ. അമ്മയുടെ തീരുമാനം എന്താണെന്ന് പറയൂ. അമ്മയുടെ ആശീർവാദത്തോടെ സമ്മതത്തോടെ മാത്രമേ ഇവിടെ ഓരോ കാര്യങ്ങളും നടക്കുകയുള്ളൂ. അതിന് എന്റെ വിവാഹ കാര്യത്തിലും അങ്ങനെ തന്നെയാവും. അമ്മ ഒരിക്കലും മക്കളുടെ ഇഷ്ടത്തിനെതിരെ നിൽക്കില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വേണ്ടാന്ന് പറയാൻ പറ്റില്ല അമ്മയ്ക്ക്. നിങ്ങളുടെ ഇഷ്ടങ്ങളെ തീർച്ചയായും അമ്മ അംഗീകരിക്കും. ഈ കാർഡിനായാലും വിവാഹത്തിനായാലും അങ്ങനെ തന്നെ. വെരി ഗുഡ്. കാർഡ് മദറിലേക്ക് ഇഷ്ടായി. അവരോട് വരാനും പറഞ്ഞുപോയി. തൽക്കാലം നീ മോളോട് ഇതൊന്നും പറയാൻ നിൽക്കണ്ട. അത് പിന്നെ എനിക്കറിയില്ലേ പറയാൻ പാടില്ലെന്നു. എന്നാ പിന്നെ ചെന്ന് കഴിക്കാൻ എന്തെങ്കിലും എടുക്ക്. ഞാനൊന്ന് ആലോചിക്കട്ടെ. ചായ. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ബാലമ്മ. എല്ലാം ശുഭമായി തന്നെ നടക്കുമെന്ന് കരുതി ആശ്വസിക്കാം. എല്ലായ്പ്പോഴും എല്ലാ ജ്യോത്സ്യന്മാരും പറയുന്നത് ശരിയാകണമെന്നില്ല. ഗുഡ് ഈവനിംഗ്. ഗുഡ് ഈവനിംഗ്. രേഖ മാഡം യൂണിക് ഇവന്റ് മാനേജ്മെന്റ്സുമായി സംസാരിച്ചിരുന്നില്ലേ? അവരയച്ച ഒരു സ്റ്റാഫ് എന്നെ കണ്ടിരുന്നു. ID പ്രൂഫൊക്കെ ആയി വീണ്ടും വരാൻ പറഞ്ഞ് ഞാൻ ഓഫീസിൽ എത്തിയപ്പോഴേക്കും ഇയാൾ എല്ലാം റെഡിയാക്കി മുന്നിൽ നിൽക്കുന്നു. അപ്പൊ പിന്നെ ഞാൻ നേരെ എങ്ങ് വിളിച്ചോണ്ട് വന്നതാ. മീറ്റ് മിസ്റ്റർ രാജ്മോഹൻ. ഈസ് എ വെഡിംഗ് പ്ലാനർ. നമസ്കാരം മാഡം. നമസ്കാരം സർ. നമസ്കാരം. വാട്ട് ഈസ് ദിസ് രേഖ? എല്ലാ കാര്യങ്ങളും നമ്മൾ നേരിട്ട് നോക്കുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാണ് ഇവിടെ ഒരു വെഡിംഗ് പ്ലാനർ? രഘു, നമുക്ക് അറേഞ്ച്മെന്റ്സ് എല്ലാം വേഗം ചെയ്യണ്ടേ? വെഡിംഗ് പ്ലാനേഴ്സ് ഉണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം വളരെ എളുപ്പമാവും. ദേ ഹാവ് എ ലോട്ട് ഓഫ് എക്സ്പീരിയൻസ്. മാഡം പറഞ്ഞത് വളരെ ശരിയാണ് സർ.
ഞങ്ങൾ നിങ്ങളുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യും. വി ഹാവ് ഡിഫറെന്റ് പ്ലാൻസ് വിത്ത് അസ്. എല്ലാം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് 1 by 1 ആയിട്ട് ഫിനിഷ് ചെയ്യാം. കാര്യങ്ങളൊക്കെ വളരെ ഫാസ്റ്റ് ആയിരിക്കും. ദാറ്റ്സ് ഗുഡ്. സാന്ദ്ര, ഇവരോട് ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ സംസാരിച്ചോ? യെസ് മാം, എല്ലാം സംസാരിച്ച് ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. ഇന്നു മുതൽ മാരേജ് കഴിയുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്നാണ് ഇവരുടെ കമ്പനി പറയുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. രഘു, ഇപ്പൊ എന്തു പറയുന്നു? നമുക്ക് കാര്യങ്ങളൊക്കെ ഇവരെ ഏൽപ്പിക്കാന്നാണ് എന്റെ അഭിപ്രായം. ശരി, എങ്കിൽ അങ്ങനെ ആവട്ടെ. അല്ല, എന്തൊക്കെ നിങ്ങളെ പ്ലാൻസ്? അത് പറഞ്ഞില്ല. പ്രീ വെഡിംഗ് ഫോട്ടോഷൂട്ടിൽ രവിവർമ്മനെ ലോക്ക് ചെയ്യണം. അതിനുശേഷം ബാക്കി. ആദ്യം നമുക്ക് വേണ്ടത് പ്രീ വെഡിംഗ് ഫോട്ടോഷൂട്ടാണ് മാഡം. ഇപ്പോഴത്തെ ഒരു ഫാഷൻ അതാണ്. സേവ് ദ ഡേറ്റിനും നമുക്ക് ആ ഫോട്ടോസും വീഡിയോസും ഉപയോഗിക്കാൻ പറ്റും. കറക്റ്റ്. സേവ് ദ ഡേറ്റ് നമുക്ക് സെൻസേഷൻ ആക്കണം. ഒരു 10K വ്യൂവേഴ്സ് എങ്കിലും ഫസ്റ്റ് ഡേയിൽ കിട്ടിയ സൂപ്പർ ആയിരിക്കും. തീർച്ചയായും മാഡം. വെഡിംഗ് കപ്പിൾസിന് എപ്പോഴും ലൈഫ് ടൈം മെമ്മറിയാണ് ഈ ഫോട്ടോസും വീഡിയോസും. അതുകൊണ്ട് ഫോട്ടോഷൂട്ട് ആദ്യം നടത്താം. സൂപ്പർ. കണ്ടോ രഘു, നമുക്ക് ഇങ്ങനൊരു പ്ലാൻ തോന്നിയില്ലല്ലോ ഇതുവരെ. അതുകൊണ്ടാണ് എല്ലാ ഫംഗ്ഷനുകൾക്കും ആളുകൾ ഇവരെ പോലുള്ള ഇവന്റ് മാനേജ്മെന്റുകാരെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത്. ഈ ആഡംബരങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ ആവശ്യമാണോ രേഖ? മാത്രല്ലോ എന്തായി പറയുന്നത്? നിങ്ങളൊക്കെ ഈ ഓൾഡ് ജനറേഷൻ ആയോണ്ട് അറിയാത്തതാ. വിവാഹമൊക്കെ ഇക്കാലത്ത് വളരെ വലിയ ആഘോഷമല്ലേ. നടക്കാൻ പോകുന്ന വിവാഹം ലൈഫ് ലോങ് മറക്കാതിരിക്കാൻ കുറേയേറെ ആർഭാടങ്ങളൊക്കെ ആവശ്യമായിട്ട്